നമസ്കാരം, റിവ്യൂ എഡിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപ് കണ്ട വാൾപേപ്പർ ഒരുപക്ഷെ ഇന്നോ ഇന്നലെയുമായി നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഈ ഫോട്ടോ വാൾപേപ്പർ ആക്കണമെന്നോ അല്ലെങ്കിൽ ആക്കരുത് എന്നുള്ള ഡയറുകളോ ആയിട്ടായിരിക്കും നിങ്ങളത് കണ്ടിട്ടുണ്ടാവുക. ഇതിന്റെ വാസ്തവം എന്താണ് എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഒറിജിൻ എന്നത് ICE യൂണിവേഴ്സ് എന്ന യൂസർ ഐഡിയിൽ നിന്നും ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു ട്വീറ്റാണ്. പ്രത്യേകിച്ച് സാംസങ് പോലെയുള്ള ഫോണുകൾ ഉപയോഗിക്കുന്ന ആരും ഈ ഫോട്ടോ വാൾപേപ്പർ ആക്കരുത്. ആരെങ്കിലും ഈ ഫോട്ടോ അയച്ചു തരികയാണെങ്കിൽ ഇഗ്നോർ ചെയ്യാനുമാണ് ആ പോസ്റ്റിൽ ആവശ്യപ്പെടുന്നത്. ഒരുപാട് ആൾക്കാർ ആ ഫോട്ടോ വാൾപേപ്പർ ആക്കുകയും അവരുടെ ഫോൺ ട്രിക്ക് ആവുകയും ചെയ്തു. ഈ പിക്ചർ വാൾപേപ്പർ ആക്കുമ്പോൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ ഫോൺ റീബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വാൾപേപ്പർ ഞാൻ എൻ്റെ ലീനിയേജ് OSൽ റൺ ചെയ്യുന്ന സ്മാർട്ട് ഫോണിൽ അപ്ലൈ ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ ഫോൺ ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാൾപേപ്പർ ആക്കുകയാണെങ്കിൽ ഈ ഇഷ്യൂ വരുന്നില്ല എന്നതാണ്. ഇനി ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയാസിൽ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോട്ടോയുടെ കളർ മുഴുവൻ വാഷ് ഔട്ടായി പോകുന്നതായി നമുക്ക് കാണാം. ഇതിൻ്റെ അർത്ഥം ഈ ചിത്രത്തിലുള്ള കളർ പ്രൊഫൈലിലുള്ള ഒരു ബഗ്ഗാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നതാണ്. ഗൂഗിൾ സ്കയ കളർ പ്രൊഫൈലാണ് ഈ ചിത്രം ഉപയോഗിക്കുന്നത്. ഇതിന്റെ മെറ്റാഡാറ്റ ട്രിം ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രശ്നം ഇല്ലാതാവുന്നതായി കാണാം. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ചിത്രം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫുൾ ഡൈനാമിക് റേഞ്ച് വിസിബിൾ ആകാൻ വേണ്ടി ചിത്രത്തിന്റെ Y വേരിയബിൾ അതിനെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള അഡ്രസ്സിനേക്കാൾ കൂടിയ ഒരു വാല്യൂവിനെ കോൾ ചെയ്യുകയും ഒരു ഓവർഫ്ലോ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും മറികടക്കാൻ വേണ്ടി ഒരു ഫെയിൽ സേഫ് മെക്കാനിസമായി ആൻഡ്രോയിഡ് OS അതിന്റെ UI പലതവണ റീസ്റ്റാർട്ട് ചെയ്യുകയും ഒടുവിൽ റീബൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അതൊരു ബൂട്ട് ലൂപ്പായി മാറുന്നു. സാംസങ്, ഗൂഗിൾ പിക്സൽ തുടങ്ങി AOSP ROM യൂസ് ചെയ്യുന്നവർക്ക് വരെ ഈ പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഷവോമി, വാവേ തുടങ്ങി ഹെവിലി കസ്റ്റമൈസ്ഡ് UI ഉപയോഗിക്കുന്നവർക്ക് ഈ പ്രശ്നം കണ്ടുവരുന്നില്ല. എങ്കിലും ഈ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് 1 ഉപയോഗിക്കുന്നവർക്ക് ഈ പ്രശ്നം വന്നേക്കാം. ഈ പ്രോബ്ലം ബ്രാൻഡ് ഇൻഡിപെൻഡന്റ് ആണെങ്കിലും ആൻഡ്രോയിഡ് 10 ഉപയോഗിക്കുന്നവരാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ഫോണിലാണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ സേഫ് മോഡിലേക്ക് ബൂട്ട് ചെയ്ത് വാൾപേപ്പർ മാറ്റിയാൽ ഇത് തീരാവുന്നതാണ്. അഥവാ ഇനി സേഫ് മോഡ് ആക്സസിബിൾ അല്ലെങ്കിൽ ADP ഉപയോഗിച്ചോ കസ്റ്റം റിക്കവറി ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഫോൺ റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു മുമ്പ് നിങ്ങളുടെ ഡാറ്റ ബാക്കപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തുടർന്നും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.